ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലൊരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണിത്. ചെറുപ്പം തൊട്ടേ നാടൻ കോഴി വളർത്തൽ നമുക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. അവർക്ക് വേണ്ട തീറ്റയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോറ്, തവിട്, കുറച്ച് തലേദിവസത്തെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്താണ് നമ്മൾ തീറ്റ മിക്സ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ഇലകളാണ്. അതിന് വാഴയുടെ ഇല, ഇരുമ്പാമ്പുളി എന്ന് പറയും, ഇരുമ്പാമ്പുളി അതിൻ്റെ ഇല, പിന്നെ നമ്മളെ കുറച്ച് പുല്ല്, നമ്മുടെ പറമ്പിൽ കിട്ടുന്ന കുറച്ച് പുല്ലുകളുണ്ട്. അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുല്ലാണ്. അത് മൂന്നും ചേർത്ത് നമ്മൾ വെച്ച് ഒരു ബൊക്ക പോലെ സെറ്റ് ചെയ്ത് ഒരു കയറിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആകുമ്പോൾ ഫുള്ളായിട്ട് കൊത്തി അവർ തിന്നും. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് അവരുടെ കൂടാണ്. ഇതാണ് നമ്മുടെ ആ ചെറിയ കൂട്. സൈഡിൽ ചണത്തിൻ്റെ ചാക്ക് കെട്ടിയിരിക്കുകയാണ്. ഒരുപാട് തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളവരെ തുറന്നിടുകയാണ്. അവരിത് വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 2 സ്റ്റെപ്പിലായിട്ടാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കോഴികളില്ല, ഒരു 10-25 എണ്ണമേ ഉള്ളൂ. കാരണം നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. 5 സെൻറ്റ് സ്ഥലം മാത്രമാണുള്ളത്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് ഈ കൂട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ട് കൂട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നെറ്റ് വെച്ച് നമ്മുടെ സൺഷെയ്ഡിൽ നിന്ന് നെറ്റ് ഇറക്കിയിട്ട് ഫുള്ള് കവർ ചെയ്ത് സൈഡ് ഷീറ്റ് അടിച്ചിരിക്കുകയാണ്. മതിലിന് പകരം ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തീറ്റ വെച്ചിരിക്കുന്നു, വെള്ളം വെച്ചിരിക്കുന്നു. 2 ഭാഗത്തായിട്ട് തീറ്റയുടെ പാത്രമാണത്. അപ്പോൾ അവർക്കൊരു 10-15 ആൾക്ക് ഒരുമിച്ച് നിന്ന് കഴിക്കാൻ പറ്റും. അവർക്ക് നടക്കാനുള്ള അത്യാവശ്യം ഒരു സ്പേസ് അവിടെ ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ബേബി മെറ്റലാണ് താഴത്ത് ഇട്ടിരിക്കുന്നത്. ടോപ്പ് വരെയും ഫുൾ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഒന്നും അവരെ ആക്രമിക്കില്ല. പകൽ സമയങ്ങളിൽ ഫുള്ള് അവരിവിടെയാണ് ചിലവഴിക്കുന്നത്. പിന്നെ അതവർക്ക് മുട്ടയിടാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബക്കറ്റുകളാണ്. പെയിൻറ്റ് ബക്കറ്റുകൾ നമ്മൾ ഹോളടിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് മേലെ കുറച്ച് മരത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ചകിരിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൽ മുട്ടയിടാം. അതിൽ തന്നെയാണ് അവർ അടയിരിക്കുന്നതും. അങ്ങനെയാണ് അവരുടെ ഇവിടുത്തെ കാര്യങ്ങൾ. പുല്ല് നമ്മൾ കെട്ടിവെച്ചത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് നന്നായിട്ട് അവർ കൊത്തി തിന്നും. കുറച്ച് പേരൊക്കെ ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ കയറി നിൽക്കും. കൊത്ത് കൂടാറുണ്ട് ചിലവർ. പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന ഭാഗം നമ്മുടെ ഇതിൻ്റെ വീടിൻ്റെ പുറം സൈഡ് കൂടിരിക്കുന്ന ഭാഗമാണ്. ഇത് മൊത്തം ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് നെറ്റ് ഇട്ടിട്ട്, ടോപ്പിൽ നിന്ന് വരെ നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. കാരണം അഴിച്ചിട്ട് വളർത്തൽ നടക്കണ കാര്യമല്ല. ഈ കാണുന്നത് വാട്ടർ ടാങ്ക് അല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ കിണറാണ്. അപ്പോൾ കിണറും വീടൊക്കെ അടുത്തായ കാരണം നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം ഇത് കൊണ്ടു നടക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത്രയും നല്ല ക്ലീനായിട്ടാണ് നമ്മളിത് നോക്കണം. കുറച്ച് പണിയുണ്ട്. ഈ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫുള്ള് നെറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ അപ്പനാണ് നിൽക്കുന്നത്. ഇങ്ങനെ വന്ന് നമ്മുടെ കൂടിൻ്റെ ഭാഗം വീണ്ടും എത്തി. സൈഡിൽ അവർക്ക് വേണ്ട തീറ്റയാണ് ആ ബക്കറ്റിൽ കാണുന്നത്. ഇനി നമുക്ക് ഓരോ കോഴികളെ പരിചയപ്പെടാം. ഇത് നമ്മുടെ വീട്ടിലെ വൈറ്റ് കൂടിയ പുള്ളിക്കോഴിയാണ്. വൈറ്റ് കളറാണ് കൂടുതൽ. പെടയാണ്. ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇവൾക്ക്. പിന്നെ ഇവളുടെ ഒരു പെയറുണ്ട്. ഇതാണ് അവളുടെ പെയർ, ചാത്തൻ. സെയിം ഏജ് തന്നെയാണ് ആൾക്കും വൈറ്റാണ് കൂടുതൽ, ബ്ലാക്ക് കുറവാണ്. പിന്നെ ഇത് മുള്ളൻ കോഴി എന്ന് പറയും, കാപ്പിരിക്കോഴി എന്നൊക്കെ പറയും അതിന്. പ്യുവർ വൈറ്റാണ്, ചാത്തനാണ്. സെയിം ഏജിൽപ്പെട്ട ആൾ തന്നെയാണ് ആളും. പിന്നെ ഇത് നേക്കഡ് നെക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ് ആൾ. ഇവരുടെ ബാച്ചിലുണ്ടായത് തന്നെയാണ്. പിന്നെ ഇതൊരു ഗോൾഡൻ കളറുള്ള പിടക്കോഴിയാണ്. പാലക്കാടൻ വകുപ്പാണ് മൂപ്പര്, തനിനാടനല്ല. ഇത് നമ്മുടെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ചാത്തനും അതിൻ്റെ തുണയായിട്ടുള്ള ഒരു പെടയാണ്. 4 മാസക്കാരൻ തന്നെയാണ്. പിന്നെ ബ്രഹ്മയിൽപ്പെട്ട വകുപ്പിൽ മിക്സായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. ബ്രഹ്മയല്ല, അതിൽ 2 പെടക്കുട്ടികളാണത്. പിന്നെ ഇത് മുള്ളനിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പോലത്തെ ഉള്ള മുള്ളൻ കോഴിയുടെ കുട്ടിയാണ്. ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്.
ഇത് പരുന്തിൻ്റെ പോലെയുള്ള ഒരു തനി നാടൻ പിടക്കോഴിയാണ്. പിന്നെ അത് നമ്മുടെ ഓൾഡ് ലൈനേജ് സാധാരണ വീടുകളിൽ കാണുന്ന നാടൻ കോഴി. ഇത് പുള്ളി, ചുവപ്പും വെള്ളയും ചേർന്നിട്ടുള്ള ഒരു പുള്ളി. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ആ കൂട്ടിൽ പ്ലാസ്റ്റിക് ചാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെയിലി എടുത്തിട്ട് നമ്മൾ ആ ചാക്ക് ക്ലീൻ ആക്കും. അപ്പോൾ അവിടെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിനുശേഷം കൂട് നമ്മൾ വൃത്തിയായിട്ട് കഴുകും എല്ലാ ദിവസവും, ഒരു വ്യത്യാസമില്ലാതെ. അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലൊന്നും അവിടെ ഒന്നും വരില്ല. കാരണം നമ്മൾ വീടും കിണറും ഞാൻ പറഞ്ഞില്ല അത്രയും അടുത്തായതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. 5 മണിക്ക് ശേഷം വൈകിട്ട് 5, 5:30 കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കുറച്ച് നേരം ഒന്ന് തുറന്നുവിടും. വീടിൻ്റെ ബാക്കിൽ ഒരു വലിയ പറമ്പുണ്ട്, നമ്മുടെ പറമ്പല്ല, പക്ഷെ അവിടേക്ക് നമ്മൾ അവരെ ഒന്ന് തുറന്നുവിടും. അപ്പോൾ അവർക്ക് വേണ്ട വേറെ തീറ്റകളൊക്കെ ആ പറമ്പിൽ നിന്ന് ഈ മണ്ണിൽ നിന്നൊക്കെ അവർക്ക് കിട്ടും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഴിച്ചിടുമ്പോഴാണ് അവർ കൂടുതൽ ഹാപ്പി. അതുകൊണ്ട് എല്ലാ ദിവസവും അവരെ നമ്മൾ അഴിച്ചിടും. അഴിച്ചിടുന്ന സമയത്ത് നമ്മളവിടെ കാവലിരിക്കും. ഇത്രയാണ് പുതിയ കാഴ്ചകൾ.